പ്രാവൻകൂട് ഷാപ്പ് ശ്രീരാജ് ശ്രീനിവാസിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം. അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ അൻവർ റഷീദ് നിർമ്മിച്ചിരിക്കുന്ന സിനിമ. രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ട് സിനിമ കാണാൻ പോകാൻ കാരണം. ഒന്ന്, ബേസിൽ ജോസഫ്, യൂത്ത് ഐക്കൺ, യങ് സ്റ്റാർ. രണ്ട്, അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്. ഈ അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പടങ്ങളൊക്കെ നമുക്കറിയാം, ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സിനിമകളാണ് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകൾ ഞാൻ കാണാറുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നതായാലും ഡയറക്റ്റ് ചെയ്യുന്നതായാലും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൽ പ്രധാനമായിട്ടും 3 ക്യാരക്ടേഴ്സാണ്. ഒന്ന്, നമ്മളെ ഷൗബിൻ ഷായർ, ചെമ്പ് വിനോദ് ജോസ്, ബേസിൽ ജോസഫ്. തൃശ്ശൂരും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണത്. കാര്യമായിട്ടുള്ളൊരു ലൊക്കേഷനൊന്നുമില്ല. ഒരു കള്ള് ഷാപ്പ്, അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന കുറച്ച് വീടുകൾ, ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളൂ. പൂർണ്ണമായിട്ടും ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. പ്രാവൻകൂട് കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഇരിങ്ങാലക്കുടക്ക് അടുത്ത് മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്ത് നന്ദിക്കരയിലുള്ള ഒരു ഷാപ്പാണ് പ്രാവൻകൂട് കള്ള് ഷാപ്പ്. അത് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ പ്രശസ്ത ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള എബിൻ ജോസ് അവിടെ പോയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു, ഷാപ്പിലെ കറികളൊക്കെ വെച്ചിട്ട്. ആ ഒരു ഷാപ്പിൽ നടന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഈ ഒരു കഥ. ആ ഒരു ഷാപ്പാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഇതിൻ്റെ ടൈറ്റിലും പ്രാവൻകൂട് ഷാപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ അതിൽ കാണിക്കുന്നത് ഒരാളെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്. അതായത് ഒരു കള്ള് ഷാപ്പിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കൊലപാതകം. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളാണ് സിനിമയിലുടനീളം പോകുന്നത്. അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് സന്തോഷ് എന്ന് പറഞ്ഞിട്ടുള്ള SI, നമ്മളെ ബേസിൽ ജോസഫ് ചെയ്യുന്ന ക്യാരക്ടർ. പിന്നെ ബേസിൽ ജോസഫ് മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് കുറച്ചൊക്കെ ഒരു കല്ലുകടി എനിക്ക് ഫീൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തുള്ള കോമഡി എന്ന് പറയില്ലേ, സീരിയസ് ആയിട്ട് പോകുന്ന സമയത്തുള്ള കോമഡികൾ ശരിക്കും പറഞ്ഞാൽ ഒരു അരോചകമായിട്ട് തോന്നി. പിന്നെ സിനിമ ആദ്യത്തെ ഹാഫ് കുറച്ച് ലാഗുണ്ട് പടം. രണ്ടാമത്തെ ഹാഫിലോട്ട് വരുമ്പോൾ സിനിമ നല്ല ടൈറ്റായി വരുന്നുണ്ട്. നിങ്ങൾ ആദ്യത്തെ ഹാഫ് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ രണ്ടാമത്തെ ഹാഫിൽ ഒരു ഞെട്ടിക്കുന്ന ക്ലൈമാക്സ്, ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ സിനിമയുടെ ഒരു ക്ലൈമാക്സ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഞാൻ പറയുന്നില്ല, സിനിമ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ആ കൊലപാതകത്തിനോടനുബന്ധിച്ച് വരുന്ന കേസന്വേഷണവും ഒക്കെയാണ് ഈ സിനിമ. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാവുന്ന സിനിമ. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ രേഖാചിത്രത്തിലൊക്കെ കണ്ട പോലെ ആദ്യം ഒരു കൊലപാതകം കാണിക്കുന്നു, പിന്നെ അത് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഫ്ലാഷ് ബാക്കുമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുപോയി പടം എൻഡ് ചെയ്യുമ്പോൾ ആ കൊലപാതകത്തിലോട്ട് തന്നെ നമ്മൾ എത്തിക്കുന്ന ഒരു സംഭവമാണ്. അതേമാതിരിയുള്ളൊരു സിനിമ. പക്ഷേ രണ്ടും വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റാണ്. ഇത് വേറൊരു ട്രീറ്റ്മെൻറ്റാണ്, മറ്റേത് വേറൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് വെച്ചാൽ ഒരു മാജിക്കൽ തീമാണ്. എന്ന് വെച്ചാൽ വാനിഷിങ് എന്ന് പറയാം. അതായത് നമ്മൾ മജീഷ്യൻസ് ഒരു ആളെ പ്രത്യക്ഷമാക്കുമ്പോൾ മിസ്ലീഡിങ് ആയിട്ടുള്ള ചില പോയിന്റിലോട്ട് നമ്മളെ ശ്രദ്ധനെ തിരിച്ചുവിട്ട് ഒറിജിനൽ കണ്ടൻറ്റിനെ അവിടെ നിന്ന് മാറ്റുന്നു. എന്ന് വെച്ചാൽ ഒറിജിനലായിട്ട് ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്തു, ആ ക്രൈമിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള പ്രേക്ഷകനെ മറ്റുള്ള സൈഡിലോട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഈ കഥ പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള നിലക്ക് നല്ലൊരു സിനിമയാണ്. കുറച്ച് ലാഗുണ്ട്, ഡ്രാമാറ്റിക്, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചൊരു ഡ്രാമാറ്റിക്കലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാവുന്ന ജോണറിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു നല്ല സിനിമ. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ക്യാരക്ടേഴ്സുകൾ ബേസിൽ ജോസഫും ചെമ്പൻ വിനോദ് ജോസും, ഒരു മസിൽ പിടിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ അദ്ദേഹം നന്നായിട്ട്, നിയാസ് ബക്കറുണ്ട് മറിമായത്തില. പിന്നെ എനിക്ക് എടുത്ത് പറയത്തക്ക 2 ക്യാരക്ടേഴ്സ്. ഒന്ന് ശിവജിത്ത്, അതായത് നമ്മളെ കുമാരി, ARM, കുറുപ്പ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ശിവജിത്ത്. ഉഗ്രൻ ക്യാരക്ടർ. അയാളെ ഒരു ബോഡി ലാംഗ്വേജും ഒരു സ്ക്രീൻ പ്രസൻസും ഉണ്ടല്ലോ, ഒരു വില്ലൻ എന്ന് തോന്നുന്ന ഭയങ്കര രീതിയിലുള്ളൊരു സ്ക്രീൻ പ്രസൻസാണ്. ഈ പടത്തിലെ ഒരു അഭിനയം ഏറ്റവും നന്നായിട്ട് കാഴ്ചവെച്ചേക്കുന്ന 2 ആൾക്കാരാണ്. ഒന്ന് ഷൗബിൻ, നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണത്. ഉഗ്രൻ കഥാപാത്രങ്ങളാണ് രണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നി എന്ന് പറയുന്നത് ഈ ശിവജിത്തിൻ്റെ ക്യാരക്ടർ. ചാന്ദിനി ശ്രീധർ എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ലേഡി ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീയും വേറെ ഒരു കള്ള് ഷാപ്പിൽ കറി വെക്കുന്നൊരു സ്ത്രീയും മാത്രമേ ഉള്ളൂ. ഇവരൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ചാന്ദിനി ശ്രീധർ. ചാന്ദിനി ശ്രീധർ നമ്മൾ പണി സിനിമയിലെ കല്യാണി, തെലുങ്ക്, തമിഴ് ഭാഷകളിലൊക്കെയാണ് പുള്ളി കൂടുതലായിട്ടും സിനിമകൾ ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ 1-2 സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിലെ ക്യാരക്ടർ നല്ല രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ നമ്മളെ ശബരീഷ് വർമ്മയില്ലേ, പാട്ടെഴുതണം, നമ്മളെ കണ്ണൂർ സ്ക്വാഡിലൊക്കെയുള്ള ആ പുള്ളി ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല ഇതുവരെ പുള്ളി ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും പെർഫോമൻസൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഷൈജു ഖാലിദാണ് ക്യാമറ ചെയ്തത്. ഷൈജു ഖാലിദിൻ്റെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം 2ാമത്തെ വർക്കാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഡയറക്ടറുമാണ്, സിനിമോട്ടോഗ്രാഫറാണ്. എഡിറ്റർ ഷെഫീഖ് മുഹമ്മദ് അലിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തത്. മ്യൂസിക് ചെയ്തേക്കുന്നത് വിഷ്ണു വിജയാണ്. നമ്മളെ ഗപ്പി സിനിമ, അതുപോലെ പ്രേമലു സിനിമ, തല്ലുമാല, അമ്പിളി, സുലേഖ മനസ്സിലാക്കി ചെയ്തേക്കുന്ന വിഷ്ണു വിജയ് ഒറിജിനൽ സ്കോർ ചെയ്തേക്കുന്നത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം
ത്രില്ലർ ജോണർ വരുമ്പോൾ മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു സംഭവമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ. അപ്പോൾ മ്യൂസിക് പാളിപ്പോകാൻ പാടില്ല. അങ്ങനൊരു ലെവലിലാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. അത്യാവശ്യം ഹൗസ്ഫുള്ളാണ് പടം. ഇന്ന് വ്യാഴാഴ്ചയാണ് സ്കൂളുണ്ടായിട്ട് കൂടി ഹൗസ്ഫുൾ ഷോസാണ് എല്ലായിടത്തും. നല്ലൊരു സിനിമ എന്ന് പറയുമ്പോൾ ഞാനൊരു ഔട്ട് ഓഫ് 5 എനിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 4 ആണ്. നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ. ഒറിജിനൽ കഥനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ മൂലകഥ എടുത്തിട്ട് അതിൽ നിന്ന് സിനിമാറ്റിക് രീതിയിൽ എടുത്തേക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടാൽ കാശ് പോകില്ല എന്ന് ഉറപ്പുള്ളൊരു സിനിമയാണ്. ത്രില്ലർ ജോണറിൽ ഇപ്പോൾ മലയാളത്തിനെ സംബന്ധിച്ച് ഒരുപാട് ത്രില്ലർ സിനിമകൾ, ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻറ്റിൽ വന്നേക്കുന്ന സിനിമകൾ മലയാളത്തിൽ അധികം ഇറങ്ങിയിട്ടില്ല. അതിനുള്ള എലമെൻസൊക്കെ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങളിലൂടെയാണ് ഈ കഥ പോകുന്നതെന്നുള്ളത്. അത് മേജിക്കൊക്കെ വശമുള്ളവർക്ക്, മേജിക്കിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാവുന്നവർക്കൊക്കെ നമ്മളെ ഈ സിനിമ പോകുന്ന രീതി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തോ, നല്ലൊരു സിനിമയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.